മുത്തഖീങ്ങളായ സ്വർഗാവകാശികളിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. നിങ്ങൾക്ക് എവിടുന്ന് തങ്ങളുപ്പാപ്പ ഓതി കേൾപ്പിച്ച പരിശുദ്ധമായ ഫാത്തിഹ സൂറത്ത് ഖുർആനാണ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. ഈ ഖുർആനിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്ത്, നിസ്കാരത്തിലൊക്കെ നാം എപ്പോഴും ഓതൽ നിർബന്ധമായ സൂറത്ത് ഫാത്തിഹ സൂറത്താണ് നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. ആ ഫാത്തിഹ സൂറത്ത് ഉൾക്കൊള്ളുന്ന പരിശുദ്ധമായ ഖുർആന് നിങ്ങൾക്ക് നൽകാൻ പോകുന്നു. ചെറിയ കുട്ടികളായതുകൊണ്ട് കൂടുതൽ പറയാനില്ല. നിങ്ങൾ മറ്റുള്ള പുസ്തകങ്ങളെപ്പോലെ ഈ ഖുർആൻ കാണാൻ പാടില്ല. എപ്പോഴും അദബോടുകൂടെ, അതിൻ്റെ ഹുർമത്ത്, അതിൻ്റെ ബഹുമാനത്തോടുകൂടെ മാത്രമേ ഈ പരിശുദ്ധമായ ഖുർആൻ കാണാൻ പാടുള്ളൂ. അത് കൊണ്ടു നടക്കുന്ന സമയത്തും എത്രത്തോളം എന്ന് പറഞ്ഞാൽ വലത്തെ കൈ കൊണ്ടല്ലാതെ ഇടത്തെ കൈ കൊണ്ട് പിടിക്കുന്ന സ്വഭാവം വരെ മഹാന്മാര് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ബർക്കത്തിനോട് എതിരാണ്. എപ്പോഴും ഖുർആൻ നിങ്ങൾ വലത്തെ കൈ കൊണ്ട് പിടിക്കുക. മറ്റുള്ള പുസ്തകങ്ങളിൽ നിന്ന് മാറ്റമായി ഉയർന്നുകൊണ്ട് നമ്മുടെ നെഞ്ചിയോടടുക്കുന്ന രൂപത്തിൽ ഉയർത്തിപ്പിടിക്കുക. കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് മറ്റുള്ള പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ വെക്കാതെ ആദരവോടുകൂടെ, ബഹുമാനത്തോടുകൂടെ അത് വെക്കാനുള്ള പ്രത്യേകമായ സ്ഥലം പരിഗണിച്ചുകൊണ്ട് അതിനെ സൂക്ഷിക്കുക. ഇന്ന് ആക്രിക്കടയിൽ നിന്ന് വരെ ഖുർആൻ കിട്ടുന്ന വാർത്തകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക. എല്ലാ പുസ്തകങ്ങളും വിൽക്കുന്ന കൂട്ടത്തിൽ പരിശുദ്ധമായ ഖുർആനും തൂക്കി വിൽക്കുന്ന കടകളിൽ കൊടുക്കുന്ന ചുറ്റുപാട്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കുക, ചെറിയ പിഞ്ചോമനകളായ നിങ്ങൾ ഈ ഖുർആനിനോട് വലിയ ബഹുമാനം കാണിക്കുക. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന 23 കൊല്ലക്കാലങ്ങളെ കൊണ്ട് ഹിറായിൽ നിന്ന് തുടങ്ങി റസൂലിന് അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധമായ ഖുർആനാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന, ഓതപ്പെടുന്ന ഗ്രന്ഥം പരിശുദ്ധമായ ഖുർആനാണ്. അതുകൊണ്ട് കൂടുതൽ പറയേണ്ടതില്ല. കുട്ടികൾ നല്ല എപ്പോഴും വലത്തെ കൈ കൊണ്ട് പിടിക്കുക, ഉയർത്തി നെഞ്ചിനോട് അടുത്ത് വരുന്ന രൂപത്തിൽ പിടിക്കുക. സാധാരണ വെക്കുന്നത് പോലെയുള്ള സ്ഥലങ്ങളിൽ സാധാരണ പുസ്തകങ്ങളെ പോലെ ഇത് ഇടാതിരിക്കുക. ഉസ്താദുമാര് നിർദ്ദേശിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒതുവിനെ സംബന്ധിച്ച് പറയേണ്ടതില്ല. വലിയ ആളുകൾ തൊടുമ്പോൾ ഒതുലാ യമസ്സുഹു ഇല്ലൽ മുത്തഹറൂൻ, ആ കാര്യവും കൂടി ശ്രദ്ധിക്കുക. കൂടുതൽ പറയേണ്ട സമയമല്ല. നമ്മുടെ സമ്പത്താണ് നമ്മുടെ മക്കളാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. ആ മക്കൾ നേരെയായി കഴിഞ്ഞാൽ, അവർക്ക് പ്രത്യേകിച്ച് ഹാഫിളീങ്ങളായി കഴിഞ്ഞാൽ, കുടുംബത്തിൽപ്പെട്ട 40 വ്യക്തികളെ, നരകത്തിന്റെ ഉടമകളായ 40 കുടുംബങ്ങളെ സ്വർഗത്തിലേക്ക് ശുപാർശ ചെയ്യാനുള്ള, ഷഫായത്തിനുള്ള അധികാരം വരെ ഹാഫിളീങ്ങൾക്കുണ്ട് എന്നാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ ഇൽമ് പഠിപ്പിക്കുക, ഹിഫ്ള് പഠിപ്പിക്കുക, പഠിച്ചതനുസരിച്ച് അതബോടുകൂടി ജീവിക്കാനുള്ള ഒരു പരിശീലനം നമ്മുടെ മക്കൾക്ക് നൽകുക. അള്ളാഹു നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന, ദുനിയാവിലും ഉപകരിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരാൾക്കണ്ട് കൊടുക്കുക, ബാക്കി നിങ്ങളോട് കൊടുത്താൽ മതി. അങ്ങനെ എന്നാ കൊടുത്താലേ. ഇനി ഖുർആൻ വാങ്ങിയവർ ഉസ്താദിൻ്റെ കയ്യിൽ നിന്നും ഖുർആൻ വാങ്ങി നിങ്ങൾ സീറ്റുകളിലേക്ക് തന്നെ പോകണം. ഓരോരുത്തരായി, തിരക്കൂട്ടാൻ പാടില്ല. ഓരോരുത്തരെ അതബോടുകൂടെ ഉസ്താദിൻ്റെ കയ്യിൽ നിന്നും ഖുർആൻ കോപ്പി വാങ്ങി സീറ്റുകളിലേക്ക് പോവുക. 7003 എന്ന വാഹനം റോഡിൽ പാർക്ക് ചെയ്തത് ബസ്, സ്കൂൾ വാഹനങ്ങൾ പോകുന്നതിന് തടസ്സമായി നിൽക്കുന്നുണ്ട്. ഒന്ന് മാറ്റിക്കൊടുത്താൽ.
തുംതനന തുംതനന